സോഷ്യൽ മീഡിയയിൽ എവിടെയോ രേണുസുതി ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങളെന്നെ കാണിക്കുവാൻ തക്കണിടയായി. അതെ. ആ കുഞ്ഞുങ്ങളെ കാണിച്ചു ഈ രേണുസുതിയുടെ വീടിന് എവിടെ ഒരു ചോർച്ച ഉള്ളതായിട്ട് ഞാൻ അതെ അതെ അതെ. കേൾക്കുവാനിടയായി. ഉം. എന്നാൽ അത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവിടെ ഈ വീടിൻ്റെ ഈ സ്ഥലം തന്നെ ഇച്ചിരി ഹൈറ്റുള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ അടുത്ത് വേറെ വൃക്ഷങ്ങളോ വീടുകളോ ഒന്നും സമീപത്തായിട്ടില്ല. ശക്തമായ കാറ്റും ശക്തമായ മഴയും വരുമ്പോൾ അപ്പോൾ ഈ വീടിൻ്റെ വെന്റിലേഷൻ എയർ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് അവർ അതിനൊരു സംവിധാനം ചെയ്തിരുന്നു. അതിലൂടെ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചാറ്റൽ എന്ന് പറയും, മറ്റു സ്ഥലങ്ങളിൽ പല വാക്കുകൾ ശീതൽ എന്ന് പറയുന്നുണ്ട്, അങ്ങനെയുള്ള സംഭവം. അങ്ങനെ ഈ വീടിനുള്ളിലേക്ക് പലപ്പോഴായിട്ട് വെള്ളം വീഴുന്നതായിട്ട് അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ വീടിനൊരു ചോർച്ചയുള്ളതായിട്ട് ഞാൻ അറിയുന്നില്ല. ഞാൻ അങ്ങനെ പോകാറില്ല. ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ ആ വീട്ടിൽ. അത് പോയെന്ന് വെച്ചാൽ ഹൗസ് വാമിങ്ങിനായിട്ട് പോയി. പിന്നെ വലിയ കാറ്റടിച്ച സമയത്ത് ആ വീടിന്റെ കുറെ ഓടുകൾ ഇവർ താമസത്തിന് വരുന്നതിന് മുമ്പ് പറന്നു പോയിട്ടുണ്ട്. അത് വീടിന് താമസം തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് കുറെ ഓടുകൾ പറന്നുപോയി. ആ ഓടുകളെല്ലാം തന്നെ KHDCയുടെ മെയിൻ്റനൻസ് സ്റ്റാഫുകൾ വന്നിട്ട് അതെല്ലാം വീണ്ടും നല്ലതുപോലെ വെച്ച് റെഡിയാക്കി നൽകി. വീണ്ടും ഈ അടുത്ത സമയത്ത് ഒരു 2 മാസം 3 മാസം മുൻപ് ഒരു വലിയ കാറ്റടിച്ചു. ആ സമയത്തും 1 2 3 ഓടുകൾ പറന്നുപോയി.